ഇതെന്താ മഞ്ചാടിക്കുരുവോ? മഞ്ചാടിക്കുരു പറയാ. ഹായ് എവരി വൺ, ഇന്ന് വീണ്ടും ഒരു വ്ളോഗിലൂടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇന്ന് നമ്മൾ പാലായ്ക്ക് പോവാണ്. ചെറിയ ചില ഷോപ്പിംഗ് വിശേഷവും ചില പബ്സിൻ്റെയൊക്കെ അവലോകനവും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. നമ്മൾ ആദ്യം തന്നെ സാന്തോം കോംപ്ലക്സിലുള്ള റിലയൻസിലാണ് എത്തിയത്. ഇവിടെ ഇഷ്ടം പോലെ ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയത്ത്. പ്രത്യേകിച്ച് ബൈ വൺ ഗെറ്റ് വൺ ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പബ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാലായ്ക്ക് ഇറങ്ങുമ്പോഴേ പബ്സാണ് നമ്മുടെ മനസ്സിലുള്ളത്. പബ്സ് ഒരു കുറച്ച് അധികം നൊസ്റ്റാൾജിയ തരുന്ന ഒരു ഐറ്റമാണ്. ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് പാലാ ഫുഡ് കോർട്ട് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 3 പബ്സ് വാങ്ങിച്ചു. മീറ്റ് പബ്സാണ് എല്ലാം വാങ്ങിച്ചിരിക്കുന്നത്, അത് വാങ്ങിച്ചു. അതിനുശേഷം അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് ആൻസ് ബേക്കേഴ്സ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്നും നമ്മൾ 3 പബ്സ് തന്നെ വാങ്ങിച്ചു. പാലായ്ക്ക് വരുന്നവർ ഇവിടുത്തെ പബ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ആൻസിൽ വന്നപ്പോൾ ഇവിടെ പുതിയ ബാച്ച് ചൂട് പബ്സ് വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടുത്തെ ഇൻറ്റീരിയറും കാണാൻ നല്ല രസമാണ്, മനോഹരമായ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. മറ്റ് നാടുകളിൽ നിന്ന് പാലായിൽ വന്ന് പഠിച്ച് ഫ്രണ്ട്സൊക്കെ പറയാറുള്ളത് ഏറ്റവും നല്ല പബ്സ് കിട്ടുന്നത് ബ്രില്യൻറ്റിലെ പബ്സാണെന്നാണ് കേട്ടോ. അപ്പം പബ്സ് പാലായുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐറ്റമാണ്. അടുത്തത് നമ്മൾ മുണ്ടമറ്റം ബേക്കേഴ്സിലാണ് പോയത്. ഇത് പുതിയതായിട്ട് തുടങ്ങിയതാണ്, പക്ഷേ ഇവിടെ നല്ല ഐറ്റംസൊക്കെ കിട്ടുന്നുണ്ട് എന്ന് കേട്ടു. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പക്ഷേ പബ്സ് കിട്ടിയില്ല. ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നതുകൊണ്ട് പലരും കൊറോണയൊക്കെ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പബ്സ് നമുക്ക് കിട്ടിയില്ല. ഇനി നമുക്ക് പാലാ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്തുള്ള പോൾസൺ ബേക്കേഴ്സിലും നാച്ചുറൽസിലും ഒക്കെ ഒന്ന് പോകണം. അപ്പോൾ ഈ ഒരു കാലത്ത് തലമുടി വെട്ടിയാലുള്ള അവസ്ഥ ഒന്ന് കണ്ടു വെക്കാം. ഇവിടെയും 1-2 തവണ ആ ഷീറ്റ് അവർ മാറ്റി തരുന്നുണ്ട്. അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സാനിറ്റൈസർ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് പോൾസണിൽ നിന്ന് 3 പബ്സ് വാങ്ങിക്കണം. ഇനി നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ എൻ്റെ വീട് അന്ത്യാളത്താണ് എന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം മിക്കവരും കമൻസിൽ ചോദിച്ചു അന്ത്യാളം എവിടെയാണെന്ന്. അപ്പം അന്ത്യാളം എന്നത് പാലായിൽ നിന്ന് രാമപുരത്തേക്ക് കരൂര് വഴി പോകുമ്പോൾ കരൂര് കഴിഞ്ഞുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും കാണിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. കുറച്ച് മരങ്ങളുടെയൊക്കെ ഇടയിലൂടെ ഇങ്ങനെ പോകുമ്പം നമുക്ക് അന്ത്യാളം പള്ളി കാണാം. പള്ളി കഴിഞ്ഞ് നല്ല ഇറക്കമാണ്. ഇതുവഴി നേരെ പോയാൽ രാമപുരം എത്തും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ മേടിച്ചിരിക്കുന്നത് പാലാ ബേക്കേഴ്സിലെ. നമ്മൾ പോയ ഓർഡർ വെച്ച് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പാലാ ബേക്കേഴ്സിൽ 3 ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കാണാമോ, 348 റുപ്പീസ് കേട്ടോ. ഇനി അടുത്തത് ഇത് ആൻസിലെ പാക്കിംഗ് ആണ്. ആൻസ് മാത്രം വൈറ്റ് കളർ പാക്കിംഗ് ആണ് കേട്ടോ. അപ്പം അവിടെ ആൻസ് ബേക്കറിയിൽ വന്നിരിക്കുന്നത് ക്വാണ്ടിറ്റി ഇതും 3 തന്നെയാണ്. നമുക്ക് 72 റുപ്പീസാണ് വന്നിരിക്കുന്നത്. പെർ പീസ് റേറ്റ് വന്നിരിക്കുന്നത് 24. ഇനി അടുത്തത് പോൾസൺ ബേക്കറി. പോൾസൺ ബേക്കറിയുടെ തന്നെ ബില്ലാണ്. പോൾസൺ ബേക്കറി ഇവിടെയും 16 റുപ്പീസ് തന്നെയാണ്, 48 റുപ്പീസ്. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. നമ്മൾ ആദ്യം കയറി കട ഇതാ. നമുക്ക് ആദ്യം ഇത് പൊട്ടിക്കാം. ഇതാണ്
മിമി സ്ലീപ്പി ബേക്കറി. മിമി സ്ലീപ്പി ബേക്കറി ഇത് നമ്മുടെ സെക്കൻഡ് കയറിയ ബേക്കറി. മിമി സ്ലീപ്പി ബേക്കറിക്കകത്ത് ഇത് നേരെ വെച്ചേക്കാം, വേറെ കവറൊന്നുമില്ല. ഇതോ നോക്കട്ടെ. മനോഹരം. ഇതാണെങ്കിൽ പ്ലാസ്റ്റിക് കവർ, ഇത് ട്രാൻസ്പെറൻറ്റ് കവർ. ഇത് ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത കവർ, ഇതിന് കവറില്ല, പേപ്പർ കവർ മാത്രമേ ഉള്ളൂ. ഇത് പാലബക്സ് ഓർഡർ തന്നെ കഴിക്കാം. ഓരോന്നും ഇത് എടുക്കുന്നുള്ളൂ, ഓരോന്ന് വെച്ച്. രണ്ടാമത്തേത് ഇത് ആൻസിലെ. മൂന്നാമത്തേത് പോൾസണിലെ. ഇത് കണ്ടാൽ ഏതാ ഏറ്റവും നല്ലത്? ഇതാണോ കണ്ടാൽ നല്ലത്? പക്ഷേ ഇത് ഇച്ചിരി പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഇതിൽ 3 എണ്ണവും പൊടിഞ്ഞാണ് ഇരിക്കുന്നത്. ഏകദേശം മേളത്തെ ലെയർ പൊടിഞ്ഞു തന്നെ ഇരിക്കണം. ഇതാ സെക്കൻഡ് വണ്ണും ഇതുപോലെ തന്നെയാണ്. മേൽഭാഗം കുറച്ച് പൊടിഞ്ഞാണ് കേട്ടോ കിട്ടിയത്. വലിയൊരു പ്രശ്നമായിട്ടൊന്നും നമ്മൾ ആരും വിചാരിക്കേണ്ട കാര്യമില്ല. ഇത് എല്ലാവരും ചിലയിടത്താണെങ്കിൽ പപ്സ് പോലും ഉണ്ടായിരുന്നില്ല നമ്മൾ അന്വേഷിച്ചിട്ട്. അപ്പം ആ ഒരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ അത് അത്ര കണക്കിലെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഉള്ളതിൽ കാണാൻ ഇച്ചിരി ലേശ ഭംഗി കുറവ് ഇതിന് തന്നെയാണ് കേട്ടോ. ഇനി ഇതാണെങ്കിൽ കുറേ കൂടുതൽ ലെയേഴ്സ് നമുക്ക് കാണാൻ പറ്റുമേ. കുഴപ്പമായിരിക്കും, ചിലപ്പോൾ അടുത്ത ബാച്ച് നല്ലതായിരിക്കും. ഇങ്ങനെ ഒരു ബാച്ച് നമ്മൾ മേടിച്ചല്ല അങ്ങനെ ഇരിക്കുന്നത്. ഇതിൽ ഇത്ര ലെയേഴ്സ് ആണുള്ളത്. ഇത്ര ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലെയേഴ്സ് ഉണ്ട്. സെക്കൻഡ് വണ്ണ് ഇത്രയുണ്ട്, തേർഡ് വണ്ണ് ഇത്രയുണ്ട്. നമ്മൾ 3 എണ്ണം എടുത്തു വെച്ച് കഴിഞ്ഞാൽ കണ്ടോ. ഹൈറ്റ് വൈസ് നോക്കിയാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെയാണ് ഹൈറ്റ് നിൽക്കുന്നത്. ഫസ്റ്റ് പാലബക്കസിനെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തെ ഫില്ലിങ് കാണാം, ആൻസിനെ കുറച്ച് കാണാം, പക്ഷെ പോൾസിൻ്റെ ഒട്ടും കാണത്തില്ല. ഈ ലെയേഴ്സ് കൂടുതൽ ഏകദേശം ഇത് രണ്ടും ഒരുപോലെ വരും. ആൻസിൽ ഏതായാലും ലെയേഴ്സ് കൂടുതലുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹൈറ്റ് വൈസ് കാണുമ്പോൾ കൂടുതൽ ബേക്ക്ഡ് ആയിട്ട് പൊങ്ങി നിൽക്കുന്നത് ആൻസിൻ്റെയാണ്. ആൻസിൻ്റെ റേറ്റും അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് തുറന്നു നോക്കാം. തുറന്നു നോക്കാം. അല്ല എല്ലാം തുറന്നു നോക്കാം. നമുക്ക് ഇത് മീറ്റ് പൗസ് തന്നെയാണ് കേട്ടോ. അതെല്ലാം മീറ്റ് പൗസ് ആണ്. നമുക്ക് തുറന്നു നോക്കാവേ. ഫസ്റ്റ് വൺ പാലബക്കസിലെ. ഇത് ചിലപ്പോൾ അവരുടെ ബാച്ച് അനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് പോൾസണിലെ. ഇതാണ് 3 ഫില്ലിംഗ് ആണ് കേട്ടോ. ഇതിൽ ഫില്ലിങ് കൂടുതൽ കാണുന്നുണ്ട്, പക്ഷേ ഇതിലെല്ലാം കുറച്ചുകൂടെ വലിയ സവാള പീസസ് ആണ് കേട്ടോ. സവാളയാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് വലിയ സവാളയാണ് ഇതിനകത്ത്. എന്നാൽ ഇതിൽ ഒക്കെ ഇതാണ് ചോപ്പ് ചെയ്തിട്ടിരിക്കുന്ന സവാള പോലെയുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ കുഞ്ഞു സവാളകളാണ്. ഇതിൻ്റെ സവാള എന്ന് പറയാനായിട്ട് കാണാനേ ഇല്ല. അങ്ങനെയാണ്. അപ്പം നമുക്കിത് ഓരോന്നും ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അകത്തെ ഫില്ലിങ് മാത്രം. ലേശം ഒരു പീസ് എരിവ് കാണും ചിലപ്പോൾ. നോക്കട്ടെ എങ്ങനെയുണ്ട്. എരിവുണ്ടോ? എരിവുണ്ടോ? ഇറച്ചിയുടെ ടേസ്റ്റ് സവാളയുടെ ടേസ്റ്റ് ഈക്വൽ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കൂടുതൽ കുറവൊന്നും പറയാനില്ല. എന്നാലും നല്ല ടേസ്റ്റ് ഉള്ളൊരു മിക്സ് തന്നെയാണത്. നമുക്ക് അടുത്ത ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. അടുത്ത ആൻസിലയാണ്. എരിവ് പോലും ഇല്ലേ? നമുക്ക് നോക്കട്ടെ, അമ്മ നോക്കട്ടെ. ഇത് കുറച്ച് മല്ലിപ്പൊടിയുടെ ടേസ്റ്റും എരിവ് ഒട്ടുമില്ല. എരിവ് ഒട്ടുമില്ലാത്ത ഒരു ഒട്ടുമില്ല എരിവ്. സവാളയുടെ ടേസ്റ്റും ഇല്ല, ഇറച്ചിയുടെ ടേസ്റ്റ് തന്നെയാണ്. കുറച്ചുകൂടെ വഴന്ന ഒരു പരുവാണ് മനസ്സിലെ. ഇനി അടുത്തത് പോൾസണിലെ. ഇതെങ്ങനെയുണ്ട്? ഒട്ടും എരിവില്ല ഇതിനും. നമ്മൾ കഴിച്ചു നോക്കട്ടെ. ഇത് കറിവേപ്പിലൊക്കെ കാണാനുണ്ട്. ഇതടുത്തത് ഇത് ഉള്ളതിൽ ഏറ്റവും ഡാർക്ക് ആയിട്ടിരിക്കുന്നത് പോൾസണിലാണ് കേട്ടോ. കുറച്ചുകൂടെ ബ്ലാക്ക് കളറിൽ ഫില്ലിങ് വരുന്നത്. അതുപോലെ സവോളയും ഒട്ടും കാണാനുമില്ല പോൾസണിലെ കമ്പയർ ചെയ്യുമ്പോൾ. കുറച്ചുകൂടെ വലിയ നമ്മുടെ ബീഫിന്റെ ബിറ്റ്സ് ഇതിൻ്റെ അകത്താണ് കിട്ടുന്നത്. പക്ഷെ നെയ് കഷ്ണങ്ങളും ഉണ്ട് കേട്ടോ. നെയ്യുള്ള കഷ്ണങ്ങളും ഉണ്ട്. കുറച്ചുകൂടെ വലിയ പീസസ് ആണ്. സവോളയുടെ കിട്ടുന്നില്ല. എരിവ് നോക്കുവാണെങ്കിൽ ഏറ്റവും കുറവ് ആൻസിലെയാണ്. പീസസ് കൂടുതലും വലുത് കടിക്കാൻ കിട്ടുന്നതും പോൾസണിലെയാണ്. ഇത് ആൻസിലെ ഒരുമാതിരി ഒരുവിധം പറഞ്ഞാൽ അരഞ്ഞിരിക്കുന്ന സവോളയും
ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് അരഞ്ഞിരിക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്ക് ആൻസിലെ കഴിക്കുമ്പോൾ ഓരോ പീസും കിട്ടുന്നത്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, എല്ലാം ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നമുക്കിതൊന്ന് ഇതിൻ്റെ ഈ ലെയറും കൂടി ഒന്ന് കഴിച്ചു നോക്കാവേ. കുറച്ച് എനിക്കും വേണോ? പല പല ലെയേഴ്സ് നമുക്ക് കാണാൻ പറ്റും, ഇഷ്ടം പോലെ ലെയേഴ്സ് ഉണ്ട്. നല്ലതാണ്. ആൻസിലെ കുറച്ചുകൂടി ലെയേഴ്സ് ഉണ്ട് തന്നെ, ഇച്ചിരി ബേക്ക്ഡ് ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിലാണ്. മറ്റൊന്നും അത്രയും പൊടിയുന്ന പോലെ ഇല്ല, ഇതിങ്ങനെ ഒരു ഇങ്ങനെ പൊടിഞ്ഞ പൊടി പൊടി കഷ്ണങ്ങളായിട്ട് നമ്മുടെ കയ്യെ പറ്റും, അതുപോലെ ഇരിക്കുന്നു. കുറച്ചുകൂടി ക്രിസ്പിയാണ്, മറ്റേ ഇച്ചിരി സോഫ്റ്റ് ആണ് ലെയേഴ്സ്, ഇത് കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് അതാണ് അതുപോലെ പൊടിഞ്ഞു പോയത്. മൂന്നിന്റെയും ടെക്സ്ചർ ഡിഫറെന്റ് ആണ്. പാല ബേക്കസിലാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്, നല്ല ലെയേഴ്സ് ഉണ്ട്. ആൻസിലാണെങ്കിൽ കുറച്ചുകൂടി ക്രിസ്പിയാണ്, ഒരുപാട് ലെയേഴ്സ് ഉണ്ട്, നന്നായിട്ട് ബേക്ക്ഡ് ആയിട്ട് പൊങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് പോൾസണിലേക്ക് കൂടെ കഴിച്ചു നോക്കാം. പോൾസണിലേതും ലെയേഴ്സ് ഉണ്ട്, അങ്ങനെ കമ്പയർ ചെയ്ത് പറയാനായിട്ട് എല്ലാ ഏകദേശമൊക്കെ ഒരുപോലെ ഇരിക്കുന്നു, വലിയ വ്യത്യാസം പറയാനില്ല ലെയേഴ്സ്. ഇത് കഴിച്ചു നോക്കാവേ. ഇതത്ര ക്രിസ്പി അല്ല, ലേശം പതുങ്ങി, അത്ര പതുങ്ങിയും അല്ല, അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നു. അതാണ് ആ പുറമേത്തെ ലെയർ. ഒത്തിരി ക്രിസ്പി അല്ല, അത്ര പതിഞ്ഞതും അല്ല, അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് നിൽക്കുന്ന ഒരു മീഡിയം പരുവം അങ്ങനെ. എന്നാൽ പാല ബേക്കസിലാണെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടിയതിൽ ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരുന്നു, ആൻസിലാണെങ്കിൽ കുറച്ചുകൂടെ ക്രിസ്പി. അപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും പപ്സ് ഇഷ്ടമാവുന്നത്. ചിലർക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പപ്സ് ആയിരിക്കും ഇഷ്ടം. ആൻസിൻ്റെ അകത്തെ ഫില്ലിങ് ബെസ്റ്റാണ്. മൊത്തത്തിലൊന്ന് കഴിച്ചു നോക്കാവേ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ സവാളയുടെ ടേസ്റ്റ് ഒരു പ്രത്യേകത തന്നെയാണ് പപ്സിന്. അത് ശരിക്കും പറയാനുണ്ടത്. ആ കടിക്കുമ്പോൾ ആ ലെയർ ഒന്നുമല്ല, നമുക്ക് ആകത്തെ സവാള, പിന്നെ അത് കഴിഞ്ഞ് വരുന്ന മീറ്റ്, ബീഫിൻ്റെ ഒരു ടേസ്റ്റ്, അതാണ് മുന്നിരിക്കുന്നത്. അതിന് ശേഷം മസാല, അതിനുശേഷം ആ പുറമത്തെ ലെയർ, അങ്ങനെയാണ് നമുക്ക് ആ ടേസ്റ്റ് വരുന്നത്. അടുത്ത ആൻസിലെ കഴിച്ചു നോക്കാവേ. ആൻസില കഴിക്കുമ്പം സവാളയുടെ ടേസ്റ്റ് അറിയാനില്ല. ആദ്യമേ വരുന്നത് ഇത്രയും വലിയൊരു ലെയറും ഇത്രയും പൊങ്ങിയതും ആയതുകൊണ്ട് നമുക്ക് ഈ പുറമേലത്തെ ടേസ്റ്റാണ്, ആ കോട്ടിങ്ങിൻ്റെ ടേസ്റ്റാണ് നമ്മുടെ വായിലേക്ക് അധികവും വരുന്നത്. അതിനുശേഷം മാത്രമേ ആ കട്ട്ലേറ്റിൻ്റെ ഈ അകത്തെ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് നമ്മുടെ വായിലേക്ക് വരുള്ളൂ. എന്നിട്ട് അതുപോലെ സവാളയുടെ ടേസ്റ്റ് ഒട്ടും അറിയാനുമില്ല ഇതിൻ്റെ അകത്ത് കേട്ടോ, നമ്മൾ ഫുൾ ബൈറ്റ് എടുക്കുമ്പോൾ. അങ്ങനെയാണ് ആൻസ് ഒരു ബൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ. അടുത്ത പോൾസണ് പിടിക്കുമ്പോൾ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ താഴേക്ക് പോകുന്നുള്ളൂ കേട്ടോ പോൾസിൻ്റെ. ഇതൊരു ബൈറ്റ് എടുത്ത് നോക്കിയിട്ട് പറയാവേ. ഇതിന് എരിവുമില്ല, ഈക്വൽ പ്രൊപ്പോർഷനിലാണ് നമ്മളെല്ലാം അറിയുന്നത്. ആ കോട്ടിങ്ങിൻ്റെ ടേസ്റ്റ് മുന്നേ നിൽക്കുന്നു, അങ്ങനെയില്ല, എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് നമ്മുടെ വായിലേക്ക് വരുന്നത് കേട്ടോ അത് കഴിക്കുമ്പോൾ. അല്ലാതെ സവാളയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നു അങ്ങനെയില്ല. ബീഫിൻ്റെ ടേസ്റ്റും പപ്സിൻ്റെ ലെയറിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ ഒരുമിച്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ശരിക്കും വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ പോൾസനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം ഇതാണ്, അത് വേറെ ഒന്നും കൊണ്ടും പറയുന്നതല്ല. ഞാൻ കഴിച്ചു നോക്കി, കണ്ടു നോക്കി, വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം പറയുന്നതാണിത്. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ, നമുക്ക് കിട്ടിയ ഓപ്ഷൻസ് ഇത്രയാണ്. ഇനി വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, നമുക്ക് അത് ട്രൈ ആവുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സജഷൻസ് തരാനുണ്ടെങ്കിൽ നിങ്ങൾ തന്നോളുക, നമ്മൾ അതും കൂടെ ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയ അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോയിലൂടെ കാണുന്നതോടെ വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.